Today we are going to see how we write and execute a Java application. നമ്മൾ ജാവ ആപ്ലിക്കേഷൻ എഴുതി എങ്ങനെ അതിനെ എക്സിക്യൂട്ട് ചെയ്യാം എന്ന് നമ്മൾ കാണുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഇൻസ്റ്റാൾ ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. കമ്പ്യൂട്ടർ സൗകര്യം ഉള്ളവർ നിങ്ങളുടെ വീട്ടിൽ ചെയ്ത് നോക്കുക. അല്ലാത്തവർ നമുക്ക് പിന്നീട് കോളേജിൽ വരാൻ അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത് നോക്കുന്നതായിരിക്കും. സോ യു ഹാവ് ടു import Java Development Kit from Oracle Corporation website, because nowadays Java is owned by Oracle Corporation. ഇപ്പോൾ Java Oracle Corporation കീഴിലാണ് ഉള്ളത്. അത് Sun Microsystems Oracle Corporation ഏറ്റെടുത്തു. അപ്പം ഒറാക്കിളിൻ്റെ കീഴിലാണ് ഇപ്പം ജാവയുടെ എല്ലാ ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ എല്ലാ ഡെവലപ്മെൻറ്റ് കിറ്റുകളും അവൈലബിൾ ആയിട്ടുള്ളത്. സോ വി ക്യാൻ ഡൗൺലോഡ് JDK tool from Oracle website. After downloading JDK, we install that JDK in a directory. നമ്മൾ അതിനെ ഡൗൺലോഡ് ചെയ്യുന്നു, നമ്മൾ ഒരു ഡയറക്ടറിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഞാനിപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ D പാർട്ടീഷൻ്റെ അകത്ത് JDK ലേറ്റസ്റ്റ് വേർഷൻ JDK 13.0.1 വേർഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻ ദിസ് JDK കിറ്റ് ദർ ആർ മെനി ഡയറക്ടറീസ്. ഈ കിറ്റിൻ്റെ അകത്ത് പല ഡയറക്ടറീസ് നമുക്ക് കാണാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡയറക്ടറി ഈസ് ബിൻ. ഈ ബിൻ ഡയറക്ടറിക്കകത്താണ് നിങ്ങൾ സിയിലും CPPയിലും നിങ്ങൾക്കറിയാം ബിൻ ഡയറക്ടറി. ആ ബിൻ ഡയറക്ടറിയിലാണ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ടൂളുകളെല്ലാം ഉള്ളത്. ഹിയർ ഓൾസോ ഇൻ ജാവ, in bin directory there are many tools. We generally use Java compiler for compilation and Java interpreter JVM for execution. So all these Java tools are contained in bin directory. JDK ക്കകത്ത് bin എന്ന് പറഞ്ഞ ഡയറക്ടറിക്കകത്താണ് നമ്മുടെ കമ്പൈലറും നമ്മുടെ ഇൻ്റർപ്രറ്റർ JVM എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഇപ്പം EXE ഫയൽസ് javac.exe ഇതാണ് ജാവ കമ്പൈലർ. java.exe ഇതാണ് ജാവയുടെ ഇൻ്റർപ്രറ്റർ അല്ലെങ്കിൽ JVM. അപ്പോൾ നമ്മൾ ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിന് ശേഷം we have to open Notepad. Notepad നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. Notepad ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ പ്രോഗ്രാം നമ്മളവിടെ ടൈപ്പ് ചെയ്യുന്നു. നമ്മുടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കഴിയുമ്പം നെക്സ്റ്റ് we have to save this program with an extension .java. നമുക്കിത് സേവ് ചെയ്യേണ്ട എക്സ്റ്റൻഷൻ .java-യാണ്. ഇപ്പോൾ നോട്ട്പാഡിൽ ചുമ്മാ സേവ് കൊടുത്തു കഴിഞ്ഞാൽ that file will save as TXT ആയിട്ട് സേവ് ആകത്തുള്ളൂ, വെറുതെ സേവ് ചെയ്ത്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, യു ഹാവ് ടു യൂസ് സേവ് ആസ്. ഇവിടെ ഫയലിൻ്റെ അകത്ത് സേവ് ആസ് ഉണ്ട്, അതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. സേവ് ആസ് കൊടുത്തു കഴിയുമ്പോൾ എവിടെ സേവ് ചെയ്യണം, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡയറക്ടറി ഉണ്ടായിരിക്കണം ജാവയ്ക്ക്. ഇല്ലാത്തവർ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുക, കമ്പ്യൂട്ടർ ഉള്ളവർ. ഇല്ലെങ്കിൽ നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ നമുക്കത് ചെയ്യാം. ആ ഡയറക്ടറി ഏത് ഡ്രൈവിലാണ്, ഏത് ഡയറക്ടറിക്കാണ് അകത്താണ് നിങ്ങൾ സേവ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ ഇപ്പോൾ ഞാൻ ന്യൂ ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു, മൈ ജാവ. ഇപ്പം ഇവിടെയാണ് ഞാൻ സേവ് ചെയ്യാൻ പോകുന്നത്. ഡിക്കകത്ത് മൈ ജാവ ഫോൾഡർ ഞാൻ സേവ് ചെയ്യാൻ പോകുന്നു. ഫയൽ നെയിം should be the same name as that of its class, which contains main method. നമ്മൾ പിന്നീട് പഠിക്കും. അതായത് ഇവിടെ നമ്മൾ ക്ലാസ് നെയിം എന്താണോ that name should be the file name of a Java application. Here the file name is, class name is welcome. So we have to save this file as welcome.java. Welcome.java file name.
you have to save this file as .java. അപ്പോൾ ഇവിടെ save as .txt എന്നുള്ള ഓപ്ഷൻ മാറ്റി all ഫയൽസിലേക്ക് മാറ്റണം. ഇനി നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ this file will be saved as welcome.java. ഇവിടെ save as ടൈപ്പ് all files ആയിരിക്കണം. ഫയൽ നെയിം വിത്ത് എക്സ്റ്റൻഷൻ .java വേണം. ഡയറക്ടറി എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അതിവിടെ കാണിച്ചിരിക്കണം. ഇനി നിങ്ങൾക്ക് ഇവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ that file will be saved in that directory. Next we are going to compile and execute this application. നമ്മൾ ഇനി ആ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാൻ പോവാ, കമ്പൈൽ ചെയ്യണം, അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യണം. അത് നമ്മൾ ചെയ്യുന്നത് കമാൻഡ് ലൈൻ വെച്ചിട്ടാണ്, ഡോസ് പ്രോംപ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ നിങ്ങൾ റണ്ണിൻ്റെ അകത്ത് CMDയോ കമാൻഡോ എല്ലാം ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് സിയിലേക്കാണ് ആദ്യമേ വരുന്നത്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ കമ്പൈൽ ചെയ്യുന്നതും റൺ ചെയ്യുന്നതും നിങ്ങളുടെ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ഡയറക്ടറിയിലാണോ നിങ്ങൾ സേവ് ചെയ്തേക്കുന്നത് ആ ഡയറക്ടറി ആയിരിക്കണം നിങ്ങളുടെ പ്രോംപ്റ്റ്. ഇവിടെ ഞാൻ സേവ് ചെയ്തത് ഡി ഡ്രൈവിൻ്റെ അകത്തെ മൈ ജാവ എന്നുള്ള ഒരു ഡയറക്ടറിയിലാണ് ഞാൻ ജാവ പ്രോഗ്രാം സേവ് ചെയ്തേക്കുന്നത്. സോ we have to come to my prompt for compilation and execution. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡിയിലേക്ക് വരുന്നു, D: എൻ്റർ. മൈ ജാവയിലേക്ക് വരുന്നു, ചെയിൻ ഡയറക്ടറി മൈ ജാവ. ഇവിടെ നിന്ന് വേണം നിങ്ങൾക്ക് അതിനെ കമ്പൈൽ ചെയ്യാനായിട്ട്. ഇപ്പം ഇവിടെ നിന്ന് കമ്പൈൽ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട കമാൻഡ് കമ്പൈലറെ കോൾ ചെയ്യാൻ വേണ്ടി ജാവ സി ആണ്. ജാവ സി കമാൻഡാണ് കൊടുക്കേണ്ടത്. കമ്പൈലർ കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഫയൽ നെയിം welcome.java, ഇതാണ് നമ്മുടെ ഫയൽ, ഇതാണ് നമ്മൾ കമ്പൈൽ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഏത് ഡയറക്ടറിയിലാണോ ഏത് ഡയറക്ടറിയിലാണോ അവിടെ നമ്മൾ ആ പ്രോംപ്റ്റിൽ വന്നതിന് ശേഷമാണ് നമ്മൾ കമ്പൈൽ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പോൾ ഇവിടെ കമാൻഡ് കൊടുത്തു കഴിയുമ്പം ഇവിടെ എഴുതി കാണിക്കും ജാവ സി ഈസ് നോട്ട് റിക്കഗ്നൈസ്ഡ് ആസ് ആൻ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ കമാൻഡ്. ഇങ്ങനെ ഒരു കമാൻഡിനെ കുറിച്ച് ഇതിന് അറിയത്തില്ല. അപ്പോൾ ഇവിടെ ജാവ സി എന്ന് പറയുന്ന കമ്പൈലർ കിടക്കുന്നത് എവിടെയാണ്? ഡിക്കകത്ത്. നമ്മൾ നേരത്തെ കണ്ടു ഡിക്കകത്ത് JDK 1.3 JDK 13.0.1 അതിൻ്റെ അകത്ത് ബിൻ, ഈ ഡയറക്ടറിക്കകത്താണ് JDK കിടക്കുന്നത്. ഡിക്കകത്ത് JDK 13.0.1 ബിൻ. ഇതിൻ്റെ അകത്താണ് നമ്മുടെ കമ്പൈലറും ഇൻ്റർപ്രറ്ററും എല്ലാം കിടക്കുന്നത്. കണ്ടോ? അതുകൊണ്ട് തന്നെ ഈ കമ്പൈലറിൻ്റെ ആ കമ്പൈലർ എവിടെയാണോ കിടക്കുന്നത് അങ്ങോട്ടുള്ള പാത്ത് സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെയുള്ള കമ്പൈലറിനെ ഇങ്ങോട്ട് വിളിക്കാൻ പറ്റത്തുള്ളൂ. അവിടെയുള്ള കമ്പൈലറിനെ നമുക്ക് നമ്മുടെ ഡയറക്ടറിയിലേക്ക് വിളിച്ച് വേണം നമ്മുടെ ഡയറക്ടറിയിലുള്ള പ്രോഗ്രാം നമ്മൾ കമ്പൈൽ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങോട്ട് അതിനെ വിളിച്ച് ആ കമ്പൈലർ ഇവിടെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ആ കമ്പൈലറും ഇവിടെ നിന്ന് കമ്പൈലറിലേക്ക് ഒരു പാത്ത് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് path is equal to നമ്മൾ പറയുകയാണ് ഡിക്കകത്ത് JDK 13.0.1 ബിൻ. അപ്പം നമ്മുടെ ഡയറക്ടറിയിൽ നിന്ന് എവിടെയാണോ ബിൻ കിടക്കുന്നത് ബിൻ ഓപ്പൺ ചെയ്യണം, എങ്കിലേ നമ്മുടെ കമ്പൈലറും JVM ഒക്കെ അവൈലബിൾ ആകത്തുള്ളൂ. ആ ബിൻ ഓപ്പൺ ചെയ്തിട്ട് ആ അഡ്രസ്സിൻ്റെ പാത്ത് നമ്മൾ നമ്മുടെ ഡ്രൈവിൽ നിന്ന് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കമാൻഡ് path is equal to എവിടെയാണോ അത് പേസ്റ്റ് ചെയ്തേക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ അങ്ങോട്ടുള്ള പാത്ത് എൻ്റെ ഈ ഡ്രൈവിലെ ഈ ഡയറക്ടറിൽ നിന്നും അങ്ങോട്ട് പാത്ത് ഇപ്പോൾ അത് സെറ്റ് ചെയ്തു. ഇനിയിപ്പം വഴി അറിയാം, ഇവിടെ നിന്ന് ജാവാസി കോൾ ചെയ്താൽ വഴി അങ്ങോട്ട് സെറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് വർക്കായിക്കോളും. ഇപ്പം ജാവാസി ചുമ്മാ എൻ്റർ ചെയ്യുമ്പോഴും ആ കമ്പൈലറിൻ്റെ കുറേ കാര്യങ്ങൾ ഇവിടെ കാണിക്കും. കണ്ടോ? ജാവാസി
ഇൻ്റർപ്രട്ടർ ജാവയാണ്. ജാവ വെറുതെ ജാവ കമാൻഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർപ്രട്ടറിൻ്റെ JVMൻ്റെ കുറേ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഈ ഡ്രൈവിലെ ഈ ഡയറക്ടറിയിൽ കിടക്കുന്ന നമ്മുടെ ജാവ പ്രോഗ്രാംസിനെ അതേ പ്രോംപ്റ്റിൽ നിന്ന് നമുക്ക് കമ്പയർ ചെയ്യാം. അതിനുള്ള കമാൻഡാണ് javac സ്പേസ് ഫയൽ നെയിം welcome.java എൻ്റർ. javac അവിടെ സ്പെല്ലിങ് തെറ്റിപ്പോയി, അതുകൊണ്ടാണ് ഫയൽ നോട്ട് ഫൗണ്ട്. കണ്ടോ, വെൽക്കത്തിൻ്റെ ഇടയ്ക്ക് ഒരു എസ് കയറി വന്ന് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ. അപ്പം അങ്ങനെ ഒരു ഫയൽ അവിടെ ഇല്ല, അതുകൊണ്ടാണ് അത് എറർ കാണിച്ചത്. ഇപ്പം ഏതെങ്കിലും എറർ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്ത ഫയൽ നെയിം ഒന്നെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിച്ച് ഫയൽ നെയിം തെറ്റിപ്പോയിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമ്മളിവിടെ ഈ ഡ്രൈവിലല്ല ഈ ഡയറക്ടറിയിലല്ല നിങ്ങൾ സേവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇല്ലാത്ത പ്രോഗ്രാം ഇവിടെ നിന്ന് കോൾ ചെയ്ത് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നോട്ട് ഫൗണ്ട് വരും. ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മളിവിടെ കൊടുക്കുന്ന ഫയൽ നെയിമോ നമ്മുടെ ഒറിജിനൽ ഫയൽ നെയിം ക്ലാസ് നെയിം തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലാണ് അതിവിടെ നോട്ട് ഫൗണ്ട് കാണിക്കുക. എൻ്റർ ചെയ്ത് കമ്പൈൽ ചെയ്ത് കഴിയുമ്പോൾ എററൊന്നും ഇല്ല എങ്കിൽ ഇതുപോലെ വീണ്ടും ആ പ്രോംപ്റ്റിൽ തന്നെ വന്ന് നിൽക്കും. ഇപ്പോൾ നമുക്കറിയാം അതിന് എറേഴ്സ് ഒന്നുമില്ല, ഉണ്ടെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റൺ ചെയ്യാനാണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് ജാവ സ്പേസ് ഫയൽ നെയിം മാത്രം മതി, എക്സ്റ്റൻഷൻ വേണ്ട. ബിക്കോസ് ജാവ വെർച്വൽ മെഷീൻ വിൽ എക്സിക്യൂട്ട് ഓൺലി .class ഫയൽസ്. .class ഫയൽസേ എക്സിക്യൂട്ട് ആകത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറക്ടറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിക്കകത്ത് മൈ ജാവ ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, 2 ഫയൽസ് കിടക്കുന്നുണ്ടോ. welcome.java ഉണ്ട്, welcome.class ഉണ്ട്. കമ്പൈൽ ചെയ്തപ്പോൾ നമുക്ക് ബൈറ്റ് കോഡ് കിട്ടി, ഇതാണ് welcome.class. ഇതിനെ ഓപ്പൺ ചെയ്താൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. നോട്ട് പാഡിൽ വല്ല ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറേ സിമ്പിൾസ് മാത്രമേ ഉള്ളൂ, നമുക്കൊന്നും അത് വായിക്കാൻ പറ്റത്തുമില്ല. അതൊരു ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് കോഡാണ്. അപ്പം കമ്പൈൽ ചെയ്ത് നമുക്ക് ബൈറ്റ് കോഡ് കിട്ടി .class. ഈ .class എടുത്താണ് നമ്മുടെ JVM നമുക്ക് എക്സിക്യൂഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ .class പ്രത്യേകം പറയേണ്ട കാര്യമില്ല. JVM ഓൾവേസ് സെർച്ച് ഫോർ .class. അപ്പോൾ നമ്മൾ ഫയൽ നെയിം മാത്രം കൊടുത്താൽ മതി, വെൽക്കം എൻ്റർ. ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും വെൽക്കം ടു ജാവ പ്രോഗ്രാമിംഗ്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് കൊടുത്ത സ്ട്രിങ് വെൽക്കം ടു ജാവ പ്രോഗ്രാമിംഗ് അതവിടെ ഔട്ട്പുട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതേ രീതിയിലാണ് നമ്മൾ ഒരു ജാവ ആപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യമേ നിങ്ങൾ JDK ഡൗൺലോഡ് ചെയ്യണം. എവിടെയെങ്കിലും നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളുടെ പ്രോഗ്രാംസ് നോട്ട് പാഡിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യുന്നു. സേവ് ആസ് ഓപ്ഷൻ കൊടുക്കണം, ഓൾ ഫയൽസ് മാറ്റണം, ഫയൽ നെയിം .java എക്സ്റ്റൻഷൻ കൊടുക്കണം. ഏത് ഡയറക്ടറിയിലാണോ നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത് ആ കാര്യങ്ങൾ നമ്മളവിടെ മുമ്പേ കാണിച്ച പോലെ ചെയ്യണം. അതിനുശേഷം സേവ് ചെയ്യണം. എന്നിട്ട് ഡോസ് പ്രോംപ്റ്റ് എടുക്കുന്നു, നിങ്ങളുടെ ഡയറക്ടറിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. അവിടെ നിന്ന് ജാവ കമ്പൈലർ ജാവാസി ഉപയോഗിച്ചും ജാവ വെർച്വൽ മെഷീൻ ജാവ കമാൻഡ് ഉപയോഗിച്ച് നമ്മൾ കോൾ ചെയ്യുന്നു. കോൾ ചെയ്യുമ്പോൾ അവിടെ കമ്പൈലറും JVMഉം അവൈലബിൾ ആണെങ്കിൽ നമ്മൾ പാത്ത് സെറ്റ് ചെയ്തിരിക്കണം. അതിനുള്ള കമാൻഡാണ് path = എവിടെയാണോ ബിന്നിൻ്റെ അകത്താണല്ലോ നമ്മുടെ കമ്പൈലർ കിടക്കുന്നത്. അപ്പോൾ എവിടെയാണോ ബിൻ വരുന്നത് ആ ബിൻ ഓപ്പൺ ചെയ്തിട്ട് ആ മോളിൽ നിന്ന് അഡ്രസ്സ് കോപ്പി ചെയ്ത് path = എന്ന് പറഞ്ഞ് നമ്മളവിടെ പേസ്റ്റ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പാത്ത് സെറ്റ് ആകും. അതിനുശേഷം നിങ്ങൾക്ക് കമ്പൈൽ ചെയ്യുകയും ചെയ്യാം, നിങ്ങൾക്ക് റൺ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ സ്വന്തമായിട്ട് ഇപ്പോൾ മെഷീൻ ഉള്ളവർ ചെയ്ത് നോക്കുക. അല്ലാത്തവർക്ക് നമുക്ക് കോളേജ് ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവസരം ഉണ്ടായിരിക്കും.